ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗസ്റ്റാൾട്ട് തിയറിയാണ്. ഇൻസൈറ്റ് ലേണിംഗ്, ഉൾക്കാഴ്ച പഠനം അല്ലെങ്കിൽ അന്തർദൃഷ്ടി പഠനം. ഗസ്റ്റാൾട്ട് സിദ്ധാന്തം ഇത് ജർമ്മനിയിലാണ് രൂപം കൊണ്ടത്. അതുകൊണ്ട് തന്നെ ഗസ്റ്റാൾട്ട് എന്നത് ഒരു ജർമ്മൻ വേർഡാണ്. മാക്സ് വർദിമർ, വോൾഫ്ഗാങ് കോഹ്ലർ, കുർട്ട് കോഫ്ക് എന്നിവരാണ് ഗസ്റ്റാൾട്ട് തിയറിയെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയ വ്യക്തികൾ. കോഹ്ലറാണ് ആദ്യമായി ഇൻസൈറ്റ് ലേണിംഗ് അഥവാ ഉൾക്കാഴ്ച പഠനം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഗസ്റ്റാൾട്ടിൻ്റെ മീനിങ് ഷേപ്പ്, ഫോം, എസൻസ്, വോൾ എന്നിങ്ങനെയാണ്. അതായത് പരിപൂർണമായിട്ടുള്ള രൂപം, പരിപൂർണമായിട്ടുള്ള ആകൃതി, എല്ലാം പൂർണ്ണതയിലെത്തുന്ന എന്നാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. ഇനി ഈ തിയറിയിലെ 4 ലോസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ്, ലോ ഓഫ് പ്രോക്സിമിറ്റി, അതായത് സാമീപ്യ നിയമം. അപ്പോൾ എന്താണ് സാമീപ്യ നിയമം? അടുത്തടുത്തായി നിൽക്കുന്ന വ്യത്യസ്ത വസ്തുക്കൾ ഒരു കൂട്ടമായി കാണാനുള്ള നമ്മുടെ മനസ്സിൻ്റെ പ്രവണതയെയാണ് സാമീപ്യ നിയമം എന്ന് പറയുന്നത്. ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇവിടെ വലിയ വരയുണ്ട്, ചെറിയ വരയുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലേ, 2 വ്യത്യസ്ത തരം വരകളാണ്, പക്ഷെ അത് പെയറായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ളതിനെയാണ് സാമീപ്യ നിയമം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ലോ ഓഫ് ക്ലോഷർ, അതായത് പരിപൂർത്തി. ഇവിടെ നിങ്ങളൊരു ചിത്രം കാണുന്നില്ലേ, ഒരു വൃത്തം പോലെ അല്ലേ, പക്ഷേ ഇതിനെന്താ ഗ്യാപ്പുകളുണ്ട്. ഇത് കറക്റ്റ് വട്ടാണോ എന്ന് പറയാൻ പറ്റില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഗ്യാപ്പുകളുണ്ട് അല്ലേ. അപ്പോൾ ഒരു കാര്യത്തിലും, അതായത് എന്ത് കാര്യമാണെങ്കിലും അതിൻ്റെ എല്ലാ വശങ്ങളും അറിയാതെ ഒരിക്കലും അത് ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ എന്താണ്, ഒരു കാര്യം എല്ലാ വശങ്ങളും അറിയില്ലെങ്കിൽ പോലും അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ നമ്മൾ സ്വയം ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ടല്ലേ നമ്മളത് വൃത്താണെന്ന് പറയാൻ കാരണം. അതുപോലെ തന്നെ ഒരു ത്രികോണവും കൊടുക്കുന്നുണ്ട്, ഒക്കെ ഗ്യാപ്പ് വിട്ടിട്ടാട്ടോ കൊടുക്കുന്നത്. അത് ഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി നമ്മുടെ മനസ്സിൽ എന്താണ്, അത് ത്രികോണം തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അത് വട്ടം തന്നെ ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ലോ ഓഫ് സിമിലാരിറ്റി, അതായത് സാമ്യതാ നിയമം. ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്കറിയാൻ കഴിയും, ഇതിൽ ഒരു നിരയിൽ മൊത്തം എക്സ് ആണ് കൊടുത്തിട്ടുള്ളത്, രണ്ടാമത്തെ നിരയിൽ ഒ ആണ് കൊടുത്തിട്ടുള്ളത്, മൂന്നാമത്തെ നിരയിൽ മൈനസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് അടുത്തടുത്ത് കാണുന്ന കാര്യങ്ങളെ ഒരുപോലെ കണക്കാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, സാമ്യതാ നിയമം എന്ന് പറയുന്നത്. അതിപ്പോൾ തല കുത്തനെ നോക്കിയാലും, അതായത് എക്സ് 0 മൈനസ് അങ്ങനെ നോക്കിയാലും എല്ലാ നിരയിലും അതേപോലെ തന്നെയാണുള്ളത് അല്ലേ. ഇതിൽ ലാസ്റ്റ് ലോയാണ് ലോ ഓഫ് കണ്ടിന്യൂറ്റി, അതായത് തുടർച്ചാ നിയമം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യസ്ത ഘടകങ്ങളെ ഒന്ന് മറ്റൊന്നിൻ്റെ തുടർച്ചയായി കണക്കാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ലോ ഓഫ് കണ്ടിന്യൂറ്റി. ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം ഒരു വട്ടം വരച്ചു, അതിൻ്റെ മുകളിൽ അതിനേക്കാൾ കുറച്ചും കൂടി വലിയ വട്ടം വരച്ചു, പിന്നെ അതിൻ്റെ മുകളിൽ അതിനേക്കാളും വരച്ചു. അതിങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് പോകുന്നു, അതായത് ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ഇതിനെയാണ് തുടർച്ചാ നിയമം അഥവാ ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പരിസരത്തിൻ്റെ സമഗ്രതയിൽ നിന്നുണ്ടാകുന്ന ഉൾക്കാഴ്ച പഠനത്തെയാണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എന്തൊരു പ്രോബ്ലം ഉണ്ടെങ്കിലും അതിന് സമഗ്രമായി പഠിച്ചാലേ ആ പ്രോബ്ലത്തെ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കൂ, അതിലൂടെ നമ്മൾ ലേൺ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലേ, അതിനെ നമ്മൾ ധൈര്യപൂർവ്വം മറികടക്കുന്നത് എങ്ങനെയാണ്, ആ പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് മനസ്സിലാക്കും, അതിന് വേണ്ടത് ചെയ്യും അല്ലേ. അതിലൂടെ ഒരുപാട് ജീവിത പാഠങ്ങൾ നമുക്ക് ലഭ്യമാവും. ഇനി ഈ ഇൻസൈറ്റ് ലേണിങ്ങിന് ഒരു എക്സാമ്പിൾ ഉണ്ട്, അത് കോഹ്ലറിൻ്റെ ഒരു എക്സ്പെരിമെൻ്റാണ്. സുൽത്താൻ എന്ന ചിമ്പാൻസിയിലാണ് അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയത്. ഒരു കൂടിനകത്ത് ചിമ്പാൻസിയെ അടച്ചിടുകയും പുറത്ത് പഴം വെച്ച് കൊടുക്കുകയും അതിൻ്റെ ഉള്ളിൽ ഒരു വടി വെച്ച് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഈ ചിമ്പാൻസിയെ അദ്ദേഹം നിരീക്ഷിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ചിമ്പാൻസി കൂടിനകത്ത് ഓടി കളിച്ചു, പിന്നീട് വിശക്കാൻ തുടങ്ങി. ഈ പഴമാണെങ്കിൽ കൈകൊണ്ട് എടുക്കാനും കിട്ടുന്നില്ല. പിന്നെയാണ് ഈ വടി അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ആ വടി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു, ആ പഴം എടുക്കാനായിട്ട് ശ്രമിച്ചു. അപ്പം അതിന് പഴം ലഭിച്ചു. അദ്ദേഹം ഈ കുരങ്ങിൽ തന്നെ വീണ്ടും ഒരു എക്സ്പെരിമെൻ്റ് നടത്തി.
കൂടിന് പുറത്ത് കുറേ പഴങ്ങൾ വെച്ചു. കൂട്ടിനുള്ളിൽ 2 വടിയും വെച്ചു. ഒരു വലിയ വടിയും ഒരു ചെറിയ വടിയും. ആദ്യത്തെ അനുഭവമുള്ള ഈ ചിമ്പാൻസി എന്ത് ചെയ്തു? അതിലൊരു വടിയെടുത്ത് പഴം എടുക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ പഴം കിട്ടിയില്ല. അപ്പോഴാണ് അടുത്തൊരു വടിയും കൂടിയുള്ളത് ശ്രദ്ധയിൽപ്പെട്ടത്. ആ വടിയെടുത്ത് പഴം എടുക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ആ വടിയും കൊണ്ടും എത്തുന്നില്ല. പിന്നെ ഈ 2 വടികൾ തമ്മിൽ കൂട്ടി വെച്ചപ്പോഴാണ് മനസ്സിലായത് ഒന്ന് വലിയ വടിയാണ്, ഒന്ന് ചെറിയ വടിയാണ്. കുറേ ചിന്തിച്ച ശേഷം ഈ കുരങ്ങ് ചെയ്തത് എന്താണ്? ഈ 2 വടികളും തമ്മിൽ ഒരുമിച്ച് വെച്ചു. അതായത് കൂട്ടിച്ചേർത്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്തു? പഴം എടുക്കുകയാണ് ചെയ്തത്. ഇതിലൂടെ എന്താണ് മനസ്സിലാക്കുന്നത്? അതായത് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അതിന് സമഗ്രമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക. അതിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യും. ഇത്രയാണ് ഈ ഗസ്റ്റാൾട്ട് തിയറിയിൽ പറയുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.